എനിക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ഉണ്ട്. ഒന്നുമില്ലാതെ ഒരു വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെ നടക്കണമെന്നുള്ളത് നിങ്ങൾ തിരിച്ചു ചോദിക്കണം. എനിക്ക് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, ഒരു വരുമാനം ഉണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ. ഞാൻ GST ഉണ്ട്, എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ അടയ്ക്കുന്നുണ്ട് 10-25 കൊല്ലമായിട്ട്. അപ്പോൾ ഇതിന്നൊക്കെ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം മൂലം പൈസ ഉണ്ടാക്കുന്ന ആളല്ല. ഇതൊന്നുമില്ലാതെ ഒരു വരുമാനമില്ലാതെ വലിയ ആഡംബരമായിട്ടും എല്ലാ സംവിധാനങ്ങളോടുകൂടിയും സെക്രട്ടറിയും സോഷ്യൽ മീഡിയ ടീമും സ്വന്തമായിട്ട് ഓഫീസും ഒക്കെ പ്രൈവറ്റ് ഓഫീസൊക്കെ ആയിട്ട് വെച്ച് നടക്കുന്ന ആളുടെ വരുമാനം എന്താണെന്നുള്ളത് സ്രോതസ് അന്വേഷിക്കണം. GST വകുപ്പ് അയച്ച നോട്ടീസിൽ 2018 ഒന്ന് കുറച്ചൊക്കെ ഈ നമ്മൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ കുറച്ചൊക്കെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വേണം. ഒരു ഡ്യൂ എന്താണെന്നുള്ളത് ആദ്യം ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് പത്രസമ്മേളനം നടത്തണം. വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യനാവണം. ഞാൻ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ എൻ്റെ സംസ്കാരത്തിന് മോശം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അന്നും പറഞ്ഞു സന്ദീപ് പാർട്ടിക്കകത്തുള്ള BJP അകത്തുള്ള നമ്മൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ പരാതി തങ്ങൾക്കെതിരെ മുന്നോട്ട് പോയിരുന്നു, ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ വൈരാഗ്യം അദ്ദേഹത്തോട് ചോദിക്കണം. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. എൻ്റെ പാർട്ടിയിൽ ഞാൻ എല്ലാവരോടും നല്ല ബന്ധമാണ്. എൻ്റെ പാർട്ടിയിൽ ഞാൻ എല്ലാവരോടും നല്ല ബന്ധമാണ്. എനിക്ക് ആരോടും എൻ്റെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ തൊട്ട് ഏറ്റവും സംസ്ഥാന തലത്തിലുള്ള ആളുകളോട് പോലും വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യമില്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാവും, അത് സ്വാഭാവികമല്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ടാവും. അത് ഒരു വ്യക്തിവൈരാഗ്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കമ്പനി ഈ കൈറ്റ്സ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയിൽ താങ്കൾ ഓഹരി ഉടമയാണ്, ഷെയർ ഹോൾഡറാണ്. അത് അതിൽ ഉൾപ്പെടുത്തിയില്ല. ഞാൻ 92 മുതൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. 98 മുതൽ ഈ ലേബർ കോൺട്രാക്റ്റ് ബിസിനസ് ഉണ്ട്. അതിൻ്റെ മുഴുവൻ ചരിത്രം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ രേഖകളൊക്കെ ആയിട്ട് വരാം. എല്ലാ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിൻ്റെ റിട്ടേൺസ് കൊടുത്തത്, എല്ലാ കാര്യങ്ങളായിട്ട് വരാം. എനിക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ഉണ്ട്. ഒന്നുമില്ലാതെ ഒരു വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെ നടക്കണമെന്നുള്ളത് നിങ്ങൾ തിരിച്ചു ചോദിക്കണം. എനിക്ക് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, ഒരു വരുമാനം ഉണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ. ഞാൻ GST ഉണ്ട്, എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ അടയ്ക്കുന്നുണ്ട് 10-25 കൊല്ലമായിട്ട്. അപ്പോൾ ഇതിന്നൊക്കെ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം മൂലം പൈസ ഉണ്ടാക്കുന്ന ആളല്ല. ഇതൊന്നുമില്ലാതെ ഒരു വരുമാനമില്ലാതെ വലിയ ആഡംബരമായിട്ടും എല്ലാ സംവിധാനങ്ങളോടുകൂടിയും സെക്രട്ടറിയും സോഷ്യൽ മീഡിയ ടീമും സ്വന്തമായിട്ട് ഓഫീസും ഒക്കെ പ്രൈവറ്റ് ഓഫീസൊക്കെ ആയിട്ട് വെച്ച് നടക്കുന്ന ആളുടെ വരുമാനം എന്താണെന്നുള്ളത് സ്രോതസ് അന്വേഷിക്കണം. അതാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. നിങ്ങളെല്ലാം പാലക്കാട്ടുള്ള മാധ്യമ പ്രവർത്തകരാണല്ലോ. SP ഓഫീസിൽ വലിയൊരു പരാതി വന്നു എന്ന് പറഞ്ഞു. ആ പരാതിയെക്കുറിച്ച് നിങ്ങളൊന്ന് പോയിട്ട് നേരിട്ട് അന്വേഷിക്കണം. ആ പരാതിയിൽ എനിക്കെതിരായിട്ട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത ആരോപണത്തിൽ ഒരു വരി ആ പരാതിയിലുണ്ടെങ്കിൽ, ആ അത്തരം പരാമർശം ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള മാനത്ത് വടിയെറിഞ്ഞ പോലെ അനാഥ പ്രേതങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. ഞാൻ വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അസത്യമായിട്ടുള്ള വാർത്തകൾക്ക് എതിരായിട്ട് നിയമപരമായിട്ട് ഇത് ഇത്തവണത്തോടുകൂടി അവസാനിപ്പിക്കും. 15-ലും 20-ലും ഇപ്പോൾ 25-ലും വന്നിരിക്കുകയാണ്. 5 കൊല്ലം കൂടുമ്പോൾ വരുന്ന ഇത് ഇത്തവണത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കും. ഇതിന് ഒരു അന്ത്യം കണ്ടേ ഞാൻ നിൽക്കുള്ളൂ. ഇതിൽ നിയമപരമായിട്ട് ഏതറ്റം വരെ പോകണമെങ്കിലും ഞാൻ നിയമപരമായിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലുള്ള വാർത്തകൾ ആരൊക്കെ വന്നു അതിന് മുഴുവൻ എതിരായിട്ട് ഞാൻ നിയമപരമായിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ വക്കീൽമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായിട്ട് ഇതിൽ ഇത്തവണത്തോടുകൂടി ഇതിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടേ തീരും.